ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. ഒരു ന്യൂസ് കേട്ടിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അത് വേണം സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളെ നാട്ടിൽ തന്നെയാണ്. പിന്നെ ഒരു എന്താ പറയുക, വീണ്ടും ലഹരി കാരണം എന്താ പറയുക, വീണ്ടും ലഹരി ജീവനെടുത്തു എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൻ്റെ മുമ്പ് ഇതേപോലെ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ലഹരി കാരണം ഉമ്മാനെ വെട്ടിക്കൊന്നൊരു കഥ എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഭാര്യനെ, അതായത് ഭർത്താവ് ഭാര്യനാണ് വെട്ടിക്കൊന്നത്. പിന്നെ ഈങ്ങാപ്പുഴ കക്കാട് സ്വദേശി ഷിബിലയാണ് കേട്ടോ മരിച്ചത്. പിന്നെ ഓളെ ഭർത്താവ് യാസർ, അങ്ങനെയാണ് അവൻ്റെ പേരെന്നാണ് കേട്ടത്. ഓനാണ് പിന്നെ കൊന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓളെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ പിന്നെ ഉപദ്രവിച്ചിട്ട് അവരൊക്കെ ചികിത്സയിലാണ്. അപ്പോൾ കേട്ടിട്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു അന്താളിപ്പല്ലേ ഒക്കെ. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇതൊന്നും രണ്ടൊന്നല്ല, ഇപ്പോൾ കുറേ മൂന്നാമത്തെ എങ്ങാനാന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു 1-2 മാസത്തിനുള്ളിൽ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ കേട്ടിട്ട് തന്നെ മനസ്സിനാകപ്പാടൊരു വിഷമം. കാരണം ഇവർ ഇതിന് മുമ്പ് ഇവൻ്റെ ആക്രമണം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇതിന് മുമ്പ് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൻ്റെ ഇടയിൽ അറിഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ലഹരി തന്നെയാണോ പ്രശ്നത്തിന് കാരണം, പിന്നെ അതോ സംശയപരമായിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ നമുക്കറിയില്ല. അതായത് ഭർത്താവിന് ഓളെ സംശയത്തിൻ്റെ അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ പോരാത്തത് നല്ലതായിട്ട് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളിങ്ങനെ ന്യൂസ് കാണുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതെന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു റമളാൻ മാസത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം കേൾക്കുമ്പോൾ പഠിച്ചവനെ ഭയങ്കരമായിട്ട് പേടിയാവുക. നമുക്കും മക്കളൊക്കെ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ നമ്മളെ അമ്മമാരൊക്കെ വിളിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, മക്കളെ നോക്കിട്ടോ, മക്കളോട് ദേഷ്യം പിടിച്ചൊന്നും പറയല്ലേ, എന്താ കാട്ടിക്കൂട്ടുക പറയാൻ പറ്റില്ല എന്ന്. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉമ്മനെ വിളിച്ചപ്പോൾ ഉമ്മ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് നോക്ക്, എന്താ ചെയ്യുന്ന ആക്കണമെന്ന് അറിയില്ല, നമ്മൾ ദേഷ്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തുണ്ടാവില്ല. ഇപ്പോൾ പോണ ജനറേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഒരു ബേജാറ്, തിന്നുമ്പോൾ കുടിക്കുമ്പോൾ ഒക്കെ മനസ്സിലാ ഒരു ചിന്ത തന്നെ വരുന്നതല്ലേ. അപ്പോൾ അള്ളാഹ് നമ്മളൊക്കെ കാക്കട്ടെ, നമ്മളെന്ന് മക്കൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമോശം തോന്നാണ്ടിരിക്കട്ടെ. കാരണം ഇപ്പം സൂക്കേടായിട്ടോ ആക്സിഡൻ്റായിട്ടൊന്നും അല്ല മരിക്കുന്നത്. ഇങ്ങനെ ജീവനോടൊക്കെ പച്ചയ്ക്ക് കത്തിക്കാന്നൊക്കെ പറയുന്ന മാതിരി ജീവനോടെ നിൽക്കുമ്പോൾ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചവനെ സഹിക്കാൻ പറ്റുന്നില്ല. പഠിച്ചവൻ എന്തായാലും മരിച്ചു പോയ ഓളെ ആഹിറം പഠിച്ചവൻ ഈ റമളാൻ മാസത്തിൽ എന്താ പറയുക വിശാലാക്കി കൊടുക്കട്ടെ അല്ലേ. അല്ലാണ്ട് എന്താ നമ്മൾ പറയുക, കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. പിന്നെ നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാണ്ട് നമ്മളൊക്കെ മക്കളെയൊക്കെ നല്ല വഴിക്ക് അള്ളാഹ് നടത്തട്ടെ. ഇങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും തോന്നിക്കാണ്ടിരിക്കട്ടെ. കാരണം ബേജാറാകുക. മക്കളിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് ആരും പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തോന്നിയ ആൾക്കാർ പെൺകുട്ടികൾ, പഠിച്ചവനെ പെൺകുട്ടികൾ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് തോന്നുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ തലമുറ നിലനിർത്താൻ ഒരാൺകുട്ടീനെ വേണം, തരണേ അല്ലാന്നതിനും പറയല്. പക്ഷെ ഇപ്പം അതൊക്കെ നിർത്തി. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ കൂടെ ആകുമ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ടും തോന്നിയ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു തലമുറ നിലനിർത്താൻ ഒരാൺകുട്ടീനെ വേണ്ടാന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെയൊക്കെ മക്കളെടുത്തൊന്നും നമ്മളെയൊക്കെ അള്ളാഹ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ അല്ലേ. വേറൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ ഉള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് വെച്ചില്ലെങ്കിൽ അതൊരു വിഷമം അതുമാണല്ലോ. അപ്പോൾ കാരണം നമ്മളെ വീട്ടിൽ മക്കളുണ്ട്. അള്ളാഹ് ഏത് രീതിയിലാണ് അവരൊക്കെ നമ്മളെത്തുന്നത്, നമുക്കൊക്കെ ഏത് രീതിയിലാണ് അള്ളാഹ് മരണം കണക്കാക്കിയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതേപോലുള്ള മരണമൊന്നും തരാത്ത അള്ളാഹ് നല്ല രീതിയിലുള്ള മരണം നമുക്ക് എല്ലാവർക്കും തരട്ടെ. കാരണം ഈ ഒരു റമളാൻ മാസം
ഇങ്ങനെയൊക്കെ മരിച്ചു പോകുകയെന്ന് അറിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. അത് ഞാൻ പിന്നെ പറയട്ടെ, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ആരും അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞു വരരുത്. കാരണം നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ.